ഹലോ ഗിഫ്റ്റുകൾ ഞാൻ അടിപൊളിച്ച് ഗെറ്റ് റെഡി വിത്ത് മീ ഫോർ മേക്കപ്പിങ് ഒക്കെ ചെയ്യാൻ പോകണം. അപ്പം നമ്മൾ മേക്കപ്പ് ചെയ്യാം, തല വാർന്ന് കിട്ടുക. പിന്നെ മെയിനായിട്ട് നമ്മൾ ഉൾപ്പെടുത്തുക മേക്കപ്പേ ഉള്ളൂ. ഡ്രസ്സ് മാറ്റി കുറച്ച് കഴിഞ്ഞിട്ട് ഡ്രസ്സ് മാറ്റുള്ളൂ. ഇപ്പോൾ നമുക്ക് മേക്കപ്പിങ് വീഡിയോ ചെയ്യാം. ഓക്കെ, അപ്പം നമ്മൾ പുറത്ത് വന്നിട്ടുണ്ട്. ഉള്ളിലാകുമ്പോൾ ഭയങ്കര സൗണ്ടും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പം നമ്മൾ ഇടാൻ പോകുന്ന ചെരുപ്പ് പുതിയതാണ്. ഇപ്പം നമുക്ക് ഇച്ചിടാം. ഒരു പുതിയ ഹീല് മേടിച്ചു. പുതിയ ഹീലും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു. നമുക്ക് ആദ്യം മുടി ഒന്ന് കോമ്പിനേഷൻ കൊണ്ട് ഒന്ന് നല്ലോണം വാർന്ന് കെട്ടണം. അയ്യോ, നല്ല കഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. ഇത് ചിക്കൊന്നും ഇല്ലാത്ത എന്താ വെച്ചാൽ ഇന്നലെ മെടഞ്ഞ് കെട്ടിയതുകൊണ്ടാണ് നല്ല തിളച്ച് വരുന്നത്. സാധാ പോലെയാണ് കെട്ടുന്ന മുടിയൊന്നും വലിയ മോഡലൊക്കെ നിൽക്കുന്നത്. നീ പറഞ്ഞ പോലെ മേക്കപ്പാണ് മുടി പൊട്ടുന്നുണ്ട്. പക്ഷേ മഴ പെയ്യുന്നില്ല, പക്ഷെ വെയിലുണ്ട്. അയ്യോ, ചിക്കൻ ഉണ്ടാക്കി കുഴപ്പമില്ല. അങ്ങനെ ചിക്കൊക്കെ പറിച്ച് നോക്കി അമ്മേ. അങ്ങനെ ചിക്കൊക്കെ പൊക്കി എന്തെങ്കിലും ഉണ്ടാവുമ്പോൾ തന്നെ കുറച്ച് ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ സീനും കാര്യങ്ങളൊന്നുമല്ല. നിങ്ങൾക്ക് എന്താക്കണം, നല്ല സ്മൂത്തി ആക്കണം എന്ന് പറയുകയാണ്. ആദ്യം നമുക്ക് മുടി ഒന്ന് കിട്ടാം. എന്നിട്ട് ഇനി എന്തൊക്കെ ചെയ്യണത് നമുക്ക് ചെയ്യാം. പൊന്തിച്ച് വിട്ടൊക്കെ ചെയ്യാം. ആദ്യം നമുക്ക് മേക്കപ്പ് ഒക്കെ ചെയ്തിട്ട് മുടി കിട്ടുക, അതാണ് നല്ലത് കേട്ടോ. മുഖം ആദ്യം തന്നെ കേൾക്കണം. പിന്നെ ആ മുഖം കേട്ടാണ് വന്നത്. മുഖം കേട്ടോ മാറും. മുഖം കേൾക്കുക. മുഖം കേൾക്കുന്ന എങ്ങനെയാണെന്ന് ജസ്റ്റ് കാണിച്ചിട്ടാണ്. അങ്ങനെയല്ല, നല്ലൊരിതിൽ വെയില് കായം കൊണ്ട് എന്നെ കാണുന്ന തന്നെ ഉണ്ടാവില്ല. വെള്ളം കുറച്ചെടുത്ത് നല്ല വൃത്തിയിൽ കാര്യങ്ങൾ ചെയ്യണം. നല്ല സുഖം കിട്ടും. മുഖം ചെയ്യുമ്പോൾ നല്ല തണുപ്പം കിട്ടുന്നുണ്ട്. നേരത്തെ സോപ്പൊക്കെ ഇട്ടൊന്ന് കേൾക്കാനാണ്. എന്നാലും ഒന്നും കൂടി ഇതിന് വേണ്ടി കേൾക്കുന്നേ ഉള്ളൂ. ഇനി നമുക്ക് തുടക്കാം. ഗൈസ്, നമ്മൾ വൈപ്പൊക്കെ ചെയ്തു. ഇനി നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ മേക്കപ്പ് സെറ്റുണ്ട്. പിന്നെ മേക്കപ്പ് സെറ്റുണ്ട്. ആദ്യം ഉള്ള സാധനങ്ങൾ മസ്കാരോയിലൊക്കെ പൗഡർ ആയതാണ്. പൗഡർ മാറുന്നിട്ട് ബോക്സിൽ കണ്ടു, ഇതിലൊക്കെ പൗഡറായി. പൗഡർ മാറുന്നതാണ്. ഞാൻ വെക്കാത്തതിൻ്റെ പ്രശ്നമാണ്. പിന്നെ ലിപ് ബാമുണ്ട്. പിന്നെ ജോൺസൺസ് ഈ വെയിലത്ത് എന്തായാലും വേണ്ട സാധനം, അത് ഉപയോഗിച്ചിട്ടില്ല. അവിടെ കഴിഞ്ഞു. വൈകുന്നേരത്തൊക്കെ പോകും. ഇപ്പോൾ 3 മണി കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊരു 3 മണിയാകുമ്പോൾ പോകാം. ഒരു 3:30 ആകുമ്പോൾ. ഇത് നമുക്ക് സൺസ്ക്രീൻ ഇത് സൺസ്ക്രീൻസാണ്. റോസ് കളർ സൺസ്ക്രീൻ. നല്ലൊരു കാജൽ ഉപയോഗിക്കുന്നുണ്ട്. ഇതെന്താ അറിയാം, ഇതിൻ്റെ ക്ലിപ്പ് പൊട്ടി. എല്ലാം കൂടി ഇട്ടിച്ച് അതിനൊരു ഉപയോഗിക്കുന്നൊന്നുമില്ല, വെറുതെ കാണിച്ചുള്ളൂ. ഇനിയും കുറേ സാധനങ്ങളുണ്ട്, നമുക്ക് വഴിയെ കാണാം. ആദ്യം നമ്മൾ പൗഡർ, ജോൺസൺസിൻ്റെ പൗഡർ എടുത്തിട്ടുണ്ട്. അതും പിന്നെ മേക്കപ്പ് സെറ്റിൻ്റെ കൂടെ ഒരു സാധനം ഇങ്ങനെ നമ്മളെല്ലാ സാധനങ്ങളും ഇടാൻ പറ്റുന്ന അതെടുക്കണം. അതിൻ്റെ കൂടെ എല്ലാം ഇടാൻ പറ്റുന്നൊക്കെ സാധനം. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ. അയ്യോ, പൊട്ടിയോന്നൊരു സ്ഥലം മാത്രമേ ഉള്ളൂ. ഗൈസ്, ഫുൾ ഗിൽറ്റായി. അകത്തിലൊക്കെ ഗിൽറ്റായി. ഈ സാധനം എടുക്കുക. ഈ സാധനം ഇങ്ങനെ ഇതാക്കുന്നു. കോമ്പാക്റ്റിൻ്റെ കൂടെയൊക്കെ കിട്ടും.
കോമ്പാക്റ്റ് മിററാണെങ്കിൽ അതിൻ്റെ കൂടെ എനിക്ക് കിട്ടിയത് ഞാൻ അധികം കോമ്പാക്റ്റ് മിററാണ് മേടിക്കില്ല. അപ്പോൾ അതിൻ്റെ കൂടെ എനിക്ക് എന്നും കിട്ടാറുണ്ട്. ഇപ്പം നമ്മൾ നല്ല നല്ലോണം സ്പ്രെഡാക്കി കൊടുക്കാം. പക്ഷെ പൗഡർ ഇട്ടൊന്നും തിരിയൂല. നമുക്കുള്ളിൽ പോയിട്ടൊന്ന് മേക്കപ്പ് ഇട്ട് ഫുള്ള് കാണിച്ചു തരാം. അതിന് നമ്മൾ ജോൺസൺസിൻ്റെ പൗഡറാണ് യൂസ് ചെയ്യുന്നത്. അപ്പം അത് ചെയ്യാൻ പോവാണ്, ഇടാൻ പോവാണ്. അപ്പം അത് ഇട്ടു. ഇനി അടുത്തായിട്ട് മസ്കാരോ ആണ് ഇടാൻ പോകുന്നത്. അപ്പം എനിക്ക് വീഡിയോ എടുത്തിരുന്ന ആരാന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. ഞാൻ തന്നെ ശ്രദ്ധിക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനത്തെ കുറച്ച് മിസ്റ്റേക്സ് ഒക്കെ വരുന്നത്. ഒന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് തന്നെ തോന്നില്ല. ഇഷ്ടപ്പെട്ട ഒരു നല്ലൊരു അഭിപ്രായം പറയുക കമൻറ്റിൽ. എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണമെന്നൊന്നും പറയില്ല. അതുകൊണ്ട് തന്നെ എൻ്റെ എല്ലാ ഓരോ വീഡിയോ ലൈക്കോ സബ്സ്ക്രൈബൊന്നും കിട്ടലുമില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് മസ്കാര ഇടാം. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇടാം. നമ്മളിങ്ങനെ ഇടണേന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ലൈക്ക് ചെയ്യാണ്ടാണ് വീഡിയോ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. പക്ഷെ ചില ആൾക്കാർ പറയുന്നുണ്ട്. അവരൊന്നും ഞാൻ കുറ്റം പറഞ്ഞില്ല കേട്ടോ, അങ്ങനെ പറഞ്ഞതാണ്. ഇനി നമുക്ക് വേണ്ടത് ഹിമാലയൻ്റെ അടിപൊളി, ഞാൻ കുറേ ദിവസമായി ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്. ഇപ്പോൾ നല്ലൊരു കാജളാണ്. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്താ പറയണ്ടതെന്നറിയില്ല, ഭയങ്കര അടിപൊളി കാജൽ. അപ്പം നമുക്ക് ഇതില്ലേ കാജൾ തീരുന്നേ ഇല്ല കേട്ടോ. കുറേ ഇട്ടു, ഞാൻ കുറച്ച് ഉപയോഗിച്ചു അതുകൊണ്ട് തോന്നി. കാജൽ ഇടാം. നിങ്ങൾക്ക് ഈ വെയിലത്ത് നിന്നിച്ചാൽ തോന്നുന്നു, ഈ തള്ളത്തിൽ നിന്നിട്ടൊന്നും കാണുന്നില്ല തോന്നുന്നല്ലേ. അപ്പം നമുക്ക് കുറച്ച് എല്ലാം കാണുന്ന സ്ഥലത്തേക്ക് പോവാം. എന്നൊക്കെ ഞാൻ പറഞ്ഞ മിസ്റ്റേക്സ് ഇല്ല, അതാണ് മെയിൻ പ്രശ്നം. വീഡിയോ എടുക്കാൻ പറ്റിയ സ്പേസും ഇല്ലടാ, അതാണ് മെയിൻ പ്രശ്നം. ഇത് അടക്കാനും പറ്റുന്നില്ല. നമുക്ക് വേറൊരു സ്ഥലത്തേക്ക് സ്ഥലം മാറും. അതുകൊണ്ട് തന്നെ ഓക്കെ, തടയുവാണോ ചെയ്ത് തുറക്കുകയാണോ ചെയ്ത്? എനിക്ക് ഇങ്ങനത്തെ പൗഡർ തീരെ ഇഷ്ടമില്ല. ഇത് അടച്ചടച്ച് മനുഷ്യൻ്റെ കൈ പോകും. ഓക്കെ സെറ്റ്. നമുക്ക് നോക്കാം നല്ല സ്ഥലം മാറി. ഇപ്പം എന്നെ കാണുന്നുണ്ടോ അല്ലേ? പക്ഷെ ഇവിടെ സൗണ്ടാണ്. എൻ്റെ അനിയൻ ഇത് കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഉള്ളിൽ തന്നെ വീഡിയോ എടുക്കാത്ത സൗണ്ട് വെക്കാൻ പറയും. ഇപ്പോൾ ഗൈസ് നമ്മൾ അനിയൻ്റെ അടുത്തൊക്കെ എല്ലാം പറഞ്ഞ് സെറ്റാക്കിയിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഒരു ഇപ്പം നമ്മൾ ഇത് ഈ സാധനം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ചും കൂടി പൗഡറും കാര്യങ്ങളും ഇട്ടിട്ട് ആ പൗഡർ അത് നമുക്ക് ഇട്ടെടുക്കാം.
ഇതുകൊണ്ട് കോമ്പാക്റ്റ് ഒക്കെ ഇടാണ്ട് നമുക്ക് ഇടണമല്ല. എൻ്റെ കയ്യിലുള്ള ഒരു കുഞ്ഞി മേക്കപ്പ് സെറ്റാണ്. അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മൾ ഇട്ടതാണ്. ഇപ്പം നമ്മൾ മസ്കാര ഇട്ട് ഒന്നും കൂടി പൗഡർ ഇട്ട് പിന്നെ മസ്കാര ഞാനൊന്നും ഇട്ടില്ല. നമ്മൾ പോയിട്ട് ഇത് എന്തോ കടിച്ച് ചെയ്യുന്നു. അപ്പോൾ അത് നോക്കാൻ പോയപ്പം കുറച്ച് ലിക്വിഡും കൂടി മസ്കാരയിൽ ഒഴിച്ച് പുതിയ മസ്കാര എടുത്ത് അപ്പം ഈ ഒരു മുടിയും കൊണ്ടാണ് ഒന്ന് കാണുന്നത്. പിന്നെ നമുക്ക് ഐലൈനർ ഇടാം. ഐലൈനർ ഇടാൻ ആദ്യം അറിയുന്നില്ലായിരുന്നു. അപ്പം എല്ലാവരും പറഞ്ഞു അയ്യോ ഇത് കൺമഷി ഇടാം. ഞാൻ തെറ്റിച്ച് മറിച്ചും ചെയ്ത് അതിൻ്റെ ഇടയിൽ കൺമഷി തെറ്റി ഞാൻ കണ്ടില്ലായിരുന്നു. കണ്ടോ ഇവിടെ പോലെ പോയില്ല തോന്നുന്നു. കുഴപ്പമില്ല. ഐലൈനർ ഇട്ടിട്ടുണ്ട്. വാല് മാത്രം വരച്ചെടുത്ത് അധികം ചെയ്യൊന്നും വേണ്ട. ഇനി നമുക്ക് ഇവിടെ അത് ലാസ്റ്റ് ഇടാം. ഒരു കുഞ്ഞിടട്ട് ക്യൂട്ട്നെസ്സിന് വേണ്ടി കുഞ്ഞായിട്ട് ലാസ്റ്റ് നമ്മൾ ഈ സാധനം തുറക്കാൻ പോകുകയാണ്. ഒരു ശരി സാധനം മിറർ വരുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ഇങ്ങനെ തുറക്കുന്നേ ഉള്ളൂ. ഇങ്ങനെ തുറക്കുന്നതിന് മിക്സ്റ്റ് ഞാൻ കാണിച്ചിടാം. ഇങ്ങനെ ഒരു മിനിറ്റ്. ഇങ്ങനെ എന്നിട്ട് ഇതിങ്ങനെ തുറക്കുമ്പോൾ ഇത് ഇങ്ങനെ തുറക്കുമ്പോൾ ഇങ്ങനെ വരും. അപ്പോൾ ഇതിൻ്റെ മിററും കൂടി അവിടെ അടച്ചാണ്. പിന്നെ ഇത് രണ്ടുമാണ് വരുന്നത്. ഇവിടെ പൊട്ടിപ്പോയി. ഇതിൻ്റെ നടക്കുന്ന നമ്മളത് റെഡിയാക്കി ചുറ്റും കാര്യങ്ങളും ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം ഇതട്ടോ ഐഷാഡോ ഇപ്പോൾ പിങ്ക് തന്നെയാണ് സെലക്ട് ചെയ്യുന്നത്. ഇന്നും പിങ്കാണ്. ഇപ്പം നമ്മളിപ്പോൾ പിങ്ക് തന്നെയാണ് സെലക്ട് ചെയ്യുന്നത്. നിങ്ങൾ പറയുന്നുണ്ടാവും അകത്ത് വന്നിട്ട് എന്താ വെളിച്ചില്ലാത്തതെന്ന്. കാരണം ഞാൻ ലൈറ്റ് ഇടാൻ പറഞ്ഞു. ഓക്കെ, ഇപ്പോൾ സൗണ്ടിൻ്റെ പ്രശ്നം ഉണ്ടാവും. അനിയനെ അത് ഇടുന്നത് കൊണ്ടാണ് നമ്മൾ കുറച്ചും കൂടി ഷാഡോ ഇതിൽ ഫുള്ളാണ്. കണ്ടില്ലേ, ഇതിൽ ഫുള്ളാണ്. പുറത്ത് അയ്യോ ഇത് കളർ മാറിപ്പോയല്ലോ. രണ്ടും കൂടി കളറ് കണ്ടു. കളറ് ഭയങ്കര
നമ്മൾ ഡിപ്പ് ചെയ്ത് കൊടുത്താൽ മതി എല്ലാ സ്ഥലത്തും. രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ്. അയ്യോ ഇവിടെ ആയിട്ടൊക്കെ മെഷീൻ കുഴപ്പമില്ല. കുളായി ഐസ്പുണ്ട് ഐഷാഡോ ഒട്ടിച്ചിട്ടുണ്ട്. അങ്ങനെയുണ്ട്, അടിപൊളിയായിട്ട് ഷാഡോ. ഇനി നമുക്ക് ഐഷാഡോ കുറച്ച് സാധനങ്ങൾ കൂടി ഇടുന്നുണ്ട്. ഗിൽറ്റ് കോമ്പാക്റ്റ് ഉണ്ട്, സാധാ കോമ്പാക്റ്റ്. ഞാൻ എന്നും സാധാ കോമ്പാക്റ്റ് ഇടുക. ഇന്നൊരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ഗിൽറ്റ് കോമ്പാക്റ്റ് ഇടാം. ഇവിടെ മാത്രം ഇടുന്നുള്ളൂ. ഗിൽറ്റ് കോമ്പാക്റ്റ് കണ്ടോ? കുറച്ച് ഇതും കൂടി ഇട്ട് കൊടുക്കാം. നമ്മൾ കുറച്ച് റോസ് പൗഡർ ഇട്ട് കൊടുക്കാം. റോസ് എന്ത് ചെയ്യുന്നു? റോസ് പൗഡർ മറന്നുപോയി, എടുക്കാം. കുറച്ചും കൂടി ഒരു റോസ് പൗഡർ പുറത്തും കൂടി നമുക്ക് കുറച്ച് ഗിൽറ്റ് അങ്ങ് വാരാം. എല്ലായിടത്തും കുറച്ച് ഗിൽറ്റ്, മൂക്കിലൊക്കെ ഗിൽറ്റാക്കി കൊടുക്കാം. ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ലിപ്സ്റ്റിക് ആൻഡ് ഇതാണ് ലിപ്പാം. നമുക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ സാധാ ഹിമാലയൻ്റെ ലിപ്പാമാണ്. നല്ല ഇഷ്ടപ്പെട്ടു. ഹിമാലയൻ്റെ എനിക്ക് ഉണ്ട്, പൗഡറുണ്ട്, ക്രീമുണ്ട്. ക്രീമൊന്നും ഞാൻ യൂസ് ചെയ്യുന്നില്ല. നമുക്ക് മെയിനായിട്ട് ഈ ഒരു മാർസിൻ്റെ ലിപ്സ്റ്റിക്കാണ് വരുന്നത്. ഇതിന് ഒരു അതിന് 250 രൂപയായിരുന്നു. ഇപ്പം അടുത്ത് വാങ്ങിയതാണ്. നല്ല അടിപൊളി, നല്ല ക്വാളിറ്റി, ഉറപ്പായിട്ടും ലോങ് ലാസ്റ്റിക്. ഇത് നിങ്ങളതിൻ്റെ ആരെടുത്ത് ചോദിച്ചു നോക്കാം. ഇത് ബോബൻ മുള്ളിൽ നിന്ന് ആണ് വാങ്ങിയത്, നമ്മളെ മാനന്തവാടി. അപ്പോൾ നമ്മൾ എവിടുന്നാണ് വാങ്ങുന്നതെന്നൊക്കെ ചോദിക്കില്ലേ, ഇതിനാണ് ഞാൻ പറയുന്നത്. ഇത് മാർസിൻ്റെ നല്ല 250 റുപ്യ കൊടുത്താൽ മതി. ഒരവിടെ നല്ല കുറേ സാധനങ്ങളുണ്ട്. ഞാൻ യൂണിക്കോണിൻ്റെ ഡയറിയൊക്കെ വാങ്ങിയിട്ടുണ്ട്. അടുത്ത ക്യൂട്ട് ഐറ്റംസൊക്കെ ഉള്ള അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യാം. മാർസിൻ്റെ ലിപ്സ്റ്റിക്ക് ലിക്വിഡ് നല്ല അപ്പം നമുക്ക് ഇതിടാം. ലോങ് ലാസ്റ്റിക്കും വാട്ടർ പ്രൂഫും പിന്നെ നല്ല ഇത് തരുന്നുണ്ട് നിങ്ങൾക്ക്. ലോങ് ലാസ്റ്റിക്കും വാട്ടർ പ്രൂഫാണെന്ന്. വാട്ടർ പ്രൂഫ് എന്ന് പറഞ്ഞാൽ കുറച്ച് പ്രൂഫാണ്. ഞാൻ വെള്ളം ഒഴിക്കുമ്പോൾ ഒന്നും പോലില്ല. ഇതിൽ ലോങ് ലാസ്റ്റിക് ആണെന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ. ഷെയ്ഡില്ല. ഇത് കണ്ണാടിയിലൊന്ന് ജസ്റ്റ് നോക്കാം. അമ്മേ, കണ്ണാടിയിലൊന്ന് നോക്കാം. വായിക്കില്ല. നമുക്ക് കുറച്ചും കൂടി പല്ല നോക്കിയത് കണ്ണീര് കളറഞ്ഞ നല്ലൊരു കളറാണ്. ഓക്കെ, ഇത് ഫൈനൽ റിസൾട്ട് ഇതാണ്. കഴിഞ്ഞിട്ടില്ല, ഇനിയുണ്ടടാ. ഓടിച്ചാടി ഇങ്ങോട്ട്. ഇതാണ് മെയിൻ സൺസ്ക്രീന് മറന്നുപോയില്ലേ, അത് മറന്നിട്ട് എൻ്റെ കളിയുന്നില്ല. നമ്മൾ സൺസ്ക്രീൻ എടുക്കാം. ഇങ്ങനെ ലോഷനാണ് നമ്മൾ ഓപ്പൺ ഇങ്ങനെ ചെയ്തിട്ട് ലോഷൻ ഇത് കുറച്ച്
ഇത് ഡേമാർട്ട്. നിങ്ങൾക്ക് ആൾറെഡി വയനാട്ടിലുള്ള എല്ലാവർക്കും ഡേമാർട്ട് കേട്ടോ. അറിയാത്തവരുണ്ടോ അറിയില്ല. വയനാട്ടിൽ മാനന്തവാടി ഡേമാർട്ട്. ഇപ്പോൾ ഒരു ചെറിയ ഡേമാർട്ട് വന്നിട്ടുണ്ട്, പുതിയ അവിടെ ഇല്ല. ആദ്യത്തെ വലിയ ഡേമാർട്ട് എന്നാണ് ഞാൻ അത് വാങ്ങിയത്. ഇപ്പോൾ ഒരു ഇതായിട്ടുണ്ട് കേട്ടോ. ഇത് ഉമ്മയാണ്, ഉമ്മച്ചിൻ്റെ. അപ്പം അതൊക്കെ കഴിഞ്ഞു. ഇനി അടുത്ത സാധനം എന്താണ്? എന്തോ ഒന്നുമില്ലേ. കുറച്ച് കയ്യിലൊക്കെ ഒന്ന് തേച്ച് ഇനി അടുത്തതായിട്ട് ഇതിൽ കുറച്ച് സാധനങ്ങളുണ്ട് പറഞ്ഞില്ലേ. അത്തർ, സാബിയ എന്താ മാബ്രോക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നല്ല അത്തറാണ്. ഇത് നിങ്ങൾ എന്തായാലും ചെയ്ത് നോക്കണം. ഇതൊരു ജാസ്മിൻ്റെ അത്തറാണ്, ജാസ്മിൻ്റെ. അത് പിന്നെ ഇത് നല്ലൊരു എൻ്റെ ഒരു അത്തർ പ്രൊഡക്റ്റാണ്. ഇതൊക്കെ ഞാൻ ഉണ്ടാക്കിയ അത്തറാണ്, നല്ല മണം. എല്ലാം അധികവും ഞാൻ ഉണ്ടാക്കുന്ന അത്തറാണ്. ഇതല്ല, ഇതിൽ 3 എണ്ണം ഞാൻ ഉണ്ടാക്കിയതാണ്. ഈ ജാസ്മിൻ്റെ കുറച്ചെണ്ണയും അപ്പം കുറേ അത്തർസൊക്കെ മിക്സ് ചെയ്തിട്ട് നല്ലൊരു അടിപൊളി മണമാക്കിയിട്ട്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഒരു സാധനം, ഇത് ഇതിൻ്റെ പേര് ബ്ലൂ സ്കിമ്മാണ്. 20 എണ്ണം മാമൻ്റെ ഇന്നായിരുന്നു. മാമ 2 എണ്ണം തന്ന് നമ്മളെ കാലിലും കയ്യിലൊക്കെ മുറിച്ചിലും എല്ലാം പോകാനും തേക്കുന്നു. ഇത് നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ താഴെ കമൻറ്റ് ഞാൻ പറഞ്ഞുതരാം. എനിക്ക് നല്ല അടിപൊളിയാണ്, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഗൈസ്. നല്ല അടിപൊളി ഇതാണ് ഉമ്മച്ചീൻ്റെ ഫോണ്. എനിക്ക് അറിയില്ല എന്താണ് ഉണ്ടാവും. നമുക്ക് മുടിയൊന്ന് കോംബ് ചെയ്ത് കെട്ടണ്ടേ. ഓക്കെ, ഫൈനലി നമ്മൾ മുടിയിലേക്ക് വന്നിട്ടുണ്ട്. ഇങ്ങനെ പൊക്കി കെട്ടും. പൊന്തിച്ച് കിട്ടിയിട്ടുണ്ട്. ഒരു ബോ ഉണ്ട്, അപ്പം അത് കൂടി വെച്ച് കൊടുക്കണമെന്നുണ്ട്. അത് കാണുന്നുണ്ടെങ്കിൽ നമുക്ക് വെച്ച് കൊടുക്കാം. ഇങ്ങനെ കാക്കണം. ഇങ്ങനെ എനിക്കിതൊക്കെ എടുത്തേക്കണ്ട. ഞാൻ തന്നെ ഇത് എടുത്ത് വെച്ചിട്ട് ഫൈനലി എൻ്റെ ഇതെല്ലാം കൂടി ഞാൻ കാണിച്ചു തരാം. ഒന്നും കാണിച്ചിട്ടില്ല. ബബ്ലിങ് ആണ്. അപ്പോൾ ഗൈസ് നമ്മളത് ഫൈനലി ഒരുക്കി കഴിഞ്ഞിട്ടുണ്ട്. പെട്ടി എങ്ങനെയുണ്ട്? പെട്ടി എങ്ങനെയുണ്ട് ഗൈസ്? അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ബോ കാണില്ല. അപ്പോൾ മേക്കപ്പിങ് കഴിഞ്ഞ് നമുക്ക് ഡ്രസ്സ് അടിയിലേക്ക് വേണ്ട. ബൈ ബൈ.